അപ്പോൾ നമുക്ക് ഷാഫിയുടെ ഒരു കല്യാണാലോചന ഒരു ചെറിയ രീതിയിൽ നമ്മൾ ആലോചിച്ചെങ്കിലും നമുക്കത് ക്ലോസ് ചെയ്യാം അല്ലേ? ഇപ്പോൾ തൽക്കാലം 28 ആവാത്ത കാരണം ക്ലോസ് ചെയ്യാം. ഇനി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടില്ല. അതെ, ഷവായിക്ക് വരെ ഞാൻ കയറുന്ന പ്ലേറ്റിൽ മുറിച്ച് ഇഡ്ലി വൈബുകളാണ് പറയണത്. ഒരു എന്താ പറയാ, ജിമ്മിൽ പോണ കുട്ടിയാണോ അല്ലേ? വർക്കൗട്ട് ഹെൽത്ത് മെന്റാലിറ്റി ഉള്ള ഒരു കുട്ടിയാണോ ശരിക്കും അല്ലേ? പിന്നെ എന്തെങ്കിലും ജോലി ഒരു വർക്കിംഗ് മെന്റാലിറ്റി അതൊക്കെ ഹാർഡ് വർക്കിംഗ് ആണോ അതോ സ്മാർട്ട് വർക്ക്സ്? കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റ് കറാമയില് ഭക്ഷണം കഴിക്കാൻ. ഇതിപ്പോ നമ്മളെ പോലെ നോർമലി കേരളത്തിൽ തന്നെ കെട്ടി കേരളത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ഇതല്ല. അതിനോട് ഷാഫിക്ക് താല്പര്യം. ഷാഫിക്ക് ഒരു വെറൈറ്റി. ഒന്നിനോടും താല്പര്യം. ഷാഫിക്ക് ഒരു വെറൈറ്റി. സെറ്റ് ക്യാമറ റോളിംഗ് ആണ്. ഷാഫിക്ക് കാര്യമായിട്ട് പെണ്ണ് നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നുകൊണ്ട് സെറ്റ് ആവണില്ല. പെണ്ണ് കിട്ടായിട്ടല്ല, അവന്റെ സൗന്ദര്യത്തിനും അവന്റെ എന്താ പറയാ സങ്കല്പത്തിനും റെഡി ആയിട്ടുള്ള പെണ്ണ് കിട്ടിയില്ല. പക്ഷെ അല്ല, ഇന്നത്തെ പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിക്കാൻ റെഡിയല്ല. ആൺകുട്ടികളും റെഡി അല്ല കേട്ടാ, പെൺകുട്ടികൾ മാത്രമല്ല. കുറച്ച് ഫെമിനിസ്റ്റ് ടീം അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കതൊരു വിഷയമല്ല. സത്യാവസ്ഥ നമ്മൾ ആരോടും വിളിച്ചു പറയും. സത്യാവസ്ഥ എന്താ, ചെക്കൻ ഡീസൻ്റ് ആണ്. ഇത് യൂട്യൂബിൽ ഇട്ടിട്ട് എത്ര കേസ് വരും എന്നുള്ള അറിയില്ല. അതാണ് നമുക്ക് ആവശ്യം. ഇന്നത്തെ ഒരു കേസ് ഉണ്ട്. അതായത് ഒരു ടീം ഒരു കാര്യം വന്ന് പെൺകുട്ടിക്ക് 25 വയസ്സുണ്ട്, ഇവർക്ക് ഏകദേശം 27. പെൺകുട്ടിക്ക് പറ്റില്ല. അതെന്താ? അതൊക്കെ പറയണോ, കാര്യം പറയണല്ലോ. 26 വയസ്സായ ആളെ പറ്റുള്ളൂ. എനിക്ക് 26 പറ്റില്ല. അല്ല, ഞാൻ ഇന്ന് ഇൻസ്റ്റയിൽ ഒരു ഇത് കണ്ടായിരുന്നു. 28 to 32 കല്യാണം കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രായം അല്ലേ? അത് നല്ലൊരു ചോയ്സാണ്. പക്ഷെ അത് വരെ എൻ്റെ പ്ലാനുകൾ എന്താണ് എന്ന് പറഞ്ഞേ? എന്ത് കരിയർ എന്ത് കരിയറാത്രേ? എന്നാ പറയും എൻ്റെ കരിയറിനെ കുറിച്ചിട്ട് പറയുക. എന്റെ കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ബ്ലോഗ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടത് 45 റബ്സ് അല്ല, അവൻ്റെ കരിയർ ഉണ്ടാക്കിയാണ് പറഞ്ഞത്. ആ ഇതിട്ട് ആ പൊക്കാൻ പോലും സാധില്ല. കുക്കർ വേറെ സെറ്റ് 45 റബ്സ്. എന്താ പറയാ, നെട്ടിക്കലാണ്. ഷാഫി മെയിനായിട്ട് നോക്കുന്ന ഒരു നെറ്റിക്കൽ കല്യാണം, നെറ്റിക്കൽ മാരേജ്. ഈവൻ ഫാമിലി മെയിനായിട്ട്. ഇതിപ്പോ നമ്മളെ പോലെ നോർമലി കേരളത്തിൽ തന്നെ കെട്ടി കേരളത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ഇതല്ല. അതിനോട് ഷാഫിക്ക് താല്പര്യം. ഷാഫിക്ക് ഒരു വെറൈറ്റി. ഒന്നിനോടും താല്പര്യം. ഷാഫിക്ക് ഒരു വെറൈറ്റിയാണ് വേണ്ടി. മിക്കവാറും തന്നെ ആവും. മിക്കവാറും അമ്മ ഒരു ട്രിപ്പ് പോകേണ്ടി വരും അവൻ്റെ കല്യാണത്തിന്. ഞാൻ ഇപ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടില്ല. അതെ, ഷവായിക്ക് വരെ ഞാൻ കയറുന്ന പ്ലേറ്റിൽ മുറിച്ച് ഇഡ്ലി
കറാമയ്ക്ക് ഫുഡ് കഴിക്കാൻ. കറാമയില് ഭക്ഷണം കഴിക്കാൻ. ബാക്കിയുള്ളവർക്ക് പോളൂ. ഹലോ സുന്ദരി. ഓ ഹെസ് ബേബി ഈസ് ഓൺ. മോള് ഹലോ എക്സ്ക്യൂസ് മീ. ഇവിടെ ഒരു കുട്ടിയുണ്ട്. എന്നെ കുറിച്ച് അറിയാത്തവരല്ല. ഒറ്റ മോനുള്ളൂ. 3 സിസ്റ്റേഴ്സ് ആണ്. അതിനൊന്നിനാ കെട്ടിയിരിക്കുന്നത്. അതെ അബദ്ധം. അങ്ങനെ ഒരു സങ്കല്പം എന്ന് പറയാം. അങ്ങനെ ഒരു സങ്കല്പം കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ വരാൻ പോണ പടച്ചിറവ. എൻ്റെ കല്യാണം ഞാൻ നടക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്ക്രീനിൽ സാധനമൊക്കെ പ്ലേ ചെയ്യാനല്ലേ. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അല്ല അത് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഉറപ്പാണ്. അത്യാവശ്യം വയസ്സായി 25. 2 കൊല്ലം മുമ്പ്. 2 കൊല്ലം. പക്ഷേ 27. അപ്പൊ എത്ര വയസ്സായ നല്ലൊരു വലിയൊരു ഏജ് ഗ്യാപ്പ് ഒന്നും വേണ്ട. ചെറിയൊരു ഗ്യാപ്പ്. 2 to 3, 3 to 4. പറഞ്ഞ പോലെ 25 വയസ്സായ പെണ്ണിന് 26 വയസ്സായ ചെക്കൻ മാത്രം മതി. ഈ 25 വയസ്സായ പെൺകുട്ടി എന്ന് പറയുന്നത് അവരും എന്തായാലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ UG കോഴ്സ് കഴിഞ്ഞ് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്റ്റേജ് ആവും. അപ്പോൾ 25 വയസ്സായ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ എന്തുണ്ടോ അതേ ഒരു 26 വയസ്സായ 25-26 വയസ്സായ ഒരു ആൺകുട്ടിയുടെ കയ്യിലും ഉള്ളൂ. അപ്പം അതും വെച്ച് കല്യാണം നടത്തണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തണം. ഈ പെൺകുട്ടി എന്ന് പറയേണ്ട മേജർ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും പെൺകുട്ടികളൊന്നും അങ്ങനെ കാര്യമായിട്ട് അറിയുന്നില്ല. ഉള്ളവരുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മളെ ഫ്രണ്ട്സ് പോലുണ്ട്. അവരൊക്കെ റെസ്പെക്ട് ചെയ്യുന്നേ. ക്യാമറ ജീവിതത്തിനെ കുറിച്ച് ഇത്ര കാഴ്ചപ്പാടുള്ള ചെക്കൻക്ക് എന്തുകൊണ്ട് മോളെ ബംബമ്പു അല്ല ഡുണ്ടുണ്ടെന്ന് കിട്ടില്ല. ആ ഫ്ലോങ് പോയി. എല്ലാം പറഞ്ഞോ എവിടെത്തി? എനിക്ക് കാര്യം പറഞ്ഞു. നമ്മളെ ഒരു കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റ് എവിടെ? നന്ദനാണ് ഗൈസ്. നന്ദനാണ്. ഒരു കാര്യം ഒന്നല്ല ഗൈസ്, എന്റെ ഫ്രണ്ടാണ് വിളിച്ചത്. നന്ദനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടുപേര് പരസ്പരം മനസ്സിലാക്കി അവർ തമ്മിൽ മുന്നോട്ട് വന്നു. നമ്മളൊരു അറേഞ്ച് മാരേജ് എന്നുള്ളതൊക്കെ ഇപ്പോൾ ഭയങ്കര റയർ സെൽഡമായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷെ ഹാപ്പിയാണ്, അറേഞ്ച് മാരേജ് ഒക്കെ ഹാപ്പി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇപ്പോഴത്തെ തലമുറക്കൊന്നും അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 3 ചവിട്ട് അത്ര. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ, അതായത് ഈവൺ പെൺകുട്ടികളുടെ ഫാമിലീസൊക്കെ മുമ്പ് ഭയങ്കര എതിർത്തില്ല. ഇപ്പോൾ പെൺകുട്ടികളോടും ചോദിക്കണം, നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ ഇൻട്രസ്റ്റ്, അതായത് ആരും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു എന്ന്. പെൺകുട്ടി എന്നോടോ ഇന്നും കൂടെ ചോദിച്ചിട്ടുള്ളൂ 2 വട്ടം. അങ്ങനെയല്ല, താല്പര്യമില്ല ഒന്നുമില്ല.
ഓൻക്ക് ഓന്റെ വൈബുകളാണ് ഈ പറയണത്. ഒരു എന്താ പറയാ ജിമ്മിൽ പോണ കുട്ടിയാവണം അല്ലെ, വർക്കൗട്ട് ഹെൽത്ത് മെന്റാലിറ്റി ഉള്ള ഒരു കുട്ടിയാവണം ശരിക്കും അല്ലെ. പിന്നെ എന്തെങ്കിലും ജോലി ഒരു വർക്കിംഗ് മെന്റാലിറ്റി അതൊക്കെ. ഹാർഡ് വർക്കിംഗ് ആണോ അതോ സ്മാർട്ട് വർക്ക്സ്? സ്മാർട്ട് വർക്ക്സ്. ഓക്കെ. പിന്നെ ഏതെങ്കിലും ഒരു അങ്ങനത്തെ നമുക്കിപ്പോൾ അതിന് മാത്രമുള്ള ഒരു കോകരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനത്തെ ഒന്നുമില്ല. വല്ലാണ്ടൊരു ഇതൊന്നുമില്ല. നമ്മളും അതിന് മാത്രമല്ല, നമുക്ക് അതിനനുസരിച്ചുള്ളതൊന്നും മതി. താഴത്തേക്ക് ഇറങ്ങിപ്പോയി മണ്ണിൽ ചെളി കണ്ട് ഈമാൻ കുറച്ചൊക്കെ വേണ്ട. ഇല്ല, എനിക്കങ്ങനെ തട്ടിടണം എന്നൊന്നും അതിന് മാത്രം വലിയ നിർബന്ധമൊന്നുമില്ല. നീ എന്താ മൊഴിയുന്നു? ഇതൊക്കെ ഈ വിശ്വാസം എന്ന് പറഞ്ഞ പലരുടെയും നമ്മൾ ഈ പുറത്ത് കാണിക്കുന്നതല്ല, ഒരു ഇന്നർ കോറിലൊരു ഇതുണ്ട്, വിശ്വാസമുണ്ട്. അറിവ് മാത്രമല്ല, നമ്മളൊരു ഇന്നർ കോറിൽ നമ്മൾ ശരിക്കും ഈ ഒരു ഏത് വിശ്വാസം ആയിക്കോട്ടെ, നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കാണ്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. എല്ലാം നമ്മൾ ഒരു ഒന്നിനെ അന്ധമായിട്ട് വിശ്വസിക്കേണ്ട ആവശ്യം. നമ്മൾ എല്ലാ മതത്തിലും പറയുന്നത് വേറൊരാളെ ഉപദ്രവിക്കാണ്ട്, അത്രേ ഉള്ളൂ. എല്ലാ മതങ്ങളും പറയുന്ന ഒറ്റ കാര്യമുണ്ട്. എന്ത് നമ്മളെ വിശ്വാസം നമ്മളെ എന്താ പറയാ ഇന്നത്തെ നമ്മളെ മെന്റാലിറ്റി ഉണ്ട്. അല്ല, ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ടത് മാത്രമല്ല നമ്മളെ ഖുർആനിലുള്ളത് അല്ലെങ്കിൽ ഇസ്ലാമിലുള്ളത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആധികാരികമായിട്ട് പറയാൻ റെഡിയല്ല. അതെ, അല്ല, ഒരുപാട് നമ്മളെങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതെന്നുള്ളത് എന്താ സ്വപ്നം കണ്ട് പറയേ പറഞ്ഞോ. സ്വപ്നം കണ്ടത് എജിമോളെ അത് വിളിച്ച് പറയണേ. നോക്കി പോയിക്കോ. ഇന്ന് പോകണ്ട, നിങ്ങൾ പോകണ്ടട്ടാ. ഇന്നിപ്പോ ഇതൊക്കെ കണ്ടാരഞ്ഞ് പോകണ്ട. അങ്ങനെ സ്വപ്നം കാണുന്നതിൽ ഷാഫി വിശ്വസിക്കുന്നുണ്ടോ? എന്താ അതിനെ കുറിച്ച് എന്താ അതൊക്കെ ഒരു ഫണ്ണാണ്, ലൈഫിൽ ഫണ്ണാണ് അതൊക്കെ. അടുത്ത പറയും, അടുത്ത പോയിട്ട് ഇതൊക്കെ 14-ാം തീയതിയുള്ളൂ. 14-ാം തീയതി ഇതൊക്കെ വരും, എല്ലാം വരും. ഇനി ഇല്ലില്ല, ഫെബ്രുവരി 2-ാം തീയതി മുതലുള്ള വ്ളോഗ് മൊത്തം വരും. മാമാടെ ഏത് മാമാടെ മുണ്ടായിരുന്നോ? അല്ല നോക്കിട്ടാ കുട്ടിയുടെ മുഖത്തേക്ക്. അപ്പൊ എടാ ചർച്ച ഇനി ഫുഡ് വരുന്നില്ലല്ലോ, ഇനി പ്ലേറ്റ് കയറ്റിരുത്തേണ്ടി ഒരു ഷാഫിനെ. അപ്പൊ ഷാഫി ഇങ്ങോട്ട് പോയോ? എന്നാലും ഇപ്പൊ പറയാട്ടുള്ളൂ. എന്നാ ഞാൻ പറയാം. അപ്പൊ നമുക്ക് ഷാഫിയുടെ ഒരു കല്യാണാലോചന ഒരു ചെറിയ രീതിയിൽ നമ്മൾ ആലോചിച്ചെങ്കിലും നമുക്കത് ക്ലോസ് ചെയ്യാം അല്ലേ? ഇപ്പോൾ തൽക്കാലം 28 ആവാത്ത കാരണം ക്ലോസ് ചെയ്യാം. ഇനി ഇപ്പോൾ എത്ര ദിവസത്തിന് പോയുള്ളത്? 15 ദിവസത്തിനാണ്. ഇപ്പോൾ 1.5 months പോയിട്ടുള്ളത്. കുട്ടീനെ നോക്കാൻ തന്നെയാണ് ഏകദേശം പോയിട്ടുള്ളതും. അപ്പോൾ അതിന് ശേഷം അടുത്ത ചർച്ച നമുക്ക് ഉൾപ്പെടുത്താം. ഇത് കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ മെയിൻ സ്ക്രീനിൽ നമ്മൾ വാടക എടുത്ത് കൊണ്ടുപോയിട്ട് ഇതാണ്ട് ഇടും. ഇതില് വലിയ സ്ക്രീനിൽ തന്നെ ഇടും കല്യാണത്തിൻ്റെ അന്ന്, അത് ഉറപ്പാ. അപ്പൊ എൻ്റെ എൻ്റെ അതൊക്കെ വരണം. അപ്പോൾ ഈ ഒരു ചർച്ച നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് കൺക്ലൂഷൻ
കേട്ടോ കൺക്ലൂഡ് ചെയ്യാം ആ ടോപ്പിക്കിൽ എപ്പോഴും അല്ല അപ്പം നമുക്ക് ഇവിടെ നിർത്താം നിർത്തല്ലേ അപ്പം നമ്മളെ ഫുഡ് വന്ന് അപ്പം ഇനി ഇൻഷാ അല്ലാ അടുത്ത ബാക്കി ഭാഗങ്ങൾ ഇനി അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ഓക്കെ ഫുഡ് വന്നതുകൊണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഒരു ഹായ് പറഞ്ഞോ. ഓക്കെ ബൈ ബൈ സീ യു.